നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘം നിർണായകമായ മറ്റൊരു നീക്കം കൂടി നടത്തിയിരിക്കുന്നു. കുറ്റപത്രം സമർപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് പ്രധാന പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും SIT സംഘം ചോദ്യം ചെയ്യുകയാണ്. H. വെങ്കടേഷ് IPSന്റെ നേതൃത്വത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്യുന്നത്. നിർണായകമായ ചില വിവരങ്ങൾ വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട് എന്നാണ് സൂചന. കുറ്റപത്രം സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട അവസാനവട്ട പണികൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ SIT സംഘം ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഈ കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നതാണ്. ശാസ്ത്രീയ പരിശോധനാ ഫലമടക്കം വൈകിയതുകൊണ്ടാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത് വൈകിയത്. മാത്രമല്ല, വരുന്ന തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കുകയുമാണ് SIT. എന്തായാലും SITയുടെ അന്വേഷണത്തിൻ്റെ അവസാന ഘട്ടമാണ് ഇത് എന്ന് നമുക്ക് വിലയിരുത്താം. ഈ അവസാന ഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് നിർണായകമായ നീക്കമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് ശബരിമല. ആ ക്ഷേത്രത്തിൻ്റെ പ്രധാന ശ്രീകോവിൽ, സ്വർണം പൊതിഞ്ഞ ശ്രീകോവിലിൽ നിന്നും സ്വർണം മോഷ്ടിച്ചു എന്നുള്ളതാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ്. ക്ഷേത്രഭാഗങ്ങൾ, അതായത് കട്ടിളപ്പാളി, അതോടൊപ്പം തന്നെ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ എന്നിവ അറ്റകുറ്റപ്പണിക്ക് എന്ന വ്യാജേന അവിടെ നിന്നും ഇളക്കി മാറ്റി പുറത്തേക്ക് കടത്തുകയും അതിലെ യഥാർത്ഥ സ്വർണം വേർതിരിക്കുകയും ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത സ്വർണം പൊതിഞ്ഞ് വീണ്ടും പുനഃസ്ഥാപിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് ഇതുവരെയുള്ള കണ്ടെത്തൽ. ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു എന്നാണ് സൂചന. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇക്കാര്യത്തിൽ ഒന്നാം പ്രതിയാണ്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിലാണ് ശബരിമലയിൽ നിന്നും കിലോ കണക്കിന് സ്വർണം അടിച്ചു മാറ്റപ്പെട്ടത്. വിജയ് മല്യയാണ് ഈ ശ്രീകോവിൽ സ്വർണം പൂശുന്നത്. പരമ്പരാഗതമായി പൂശിയ സ്വർണത്തിൽ ഈ പാളികളിൽ വലിയ അളവിൽ സ്വർണം അടങ്ങിയിരുന്നു. ഇപ്പോഴത്തെ ആധുനിക സാങ്കേതിക വിദ്യ അനുസരിച്ച് ഇത്രയധികം സ്വർണം പൂശുന്നതിന് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ചെറിയൊരു ഭാഗം സ്വർണം ഉപയോഗിച്ച് വീണ്ടും അത് ഇലക്ട്രോപ്ലേറ്റ് ചെയ്യുകയും യഥാർത്ഥ ഭാഗത്തു നിന്നുമുള്ള യഥാർത്ഥ സ്വർണം മോഷ്ടിക്കുകയുമാണ് ചെയ്തത് എന്നതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇത്രയും മാസങ്ങൾ പുരോഗമിച്ചിട്ടും ആരാണ് ഈ കേസിലെ പ്രധാന പ്രതിയെന്നോ, എന്താണ് നടന്നതെന്നോ, ഈ കേസിന് പിന്നിൽ പ്രവർത്തിച്ച ശക്തി ആരാണെന്നോ, ആരാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടുപോയി മോഷ്ടിക്കാൻ ആവശ്യമായ സൗകര്യം ഒരുക്കിയതെന്നോ ഉള്ള വിശദമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. അന്വേഷണ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാൻ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്. ഹൈക്കോടതിക്കും അതുപോലെ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മാത്രമേ ഈ കാര്യങ്ങൾ ഇതുവരെ അറിയാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ഏറ്റവും ഒടുവിലായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നടത്തുന്ന ചോദ്യം ചെയ്യൽ നിർണായകമാണ് എന്ന് പറയാൻ കാരണം. ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയും വ്യത്യസ്തമാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പരമാവധി ഈ ചോദ്യം ചെയ്യലുകളും റിപ്പോർട്ടുകളും വൈകിപ്പിക്കാൻ ശ്രമിച്ചെങ്കിൽ ഇപ്പോഴത്തെ സർക്കാർ എത്രയും വേഗം കുറ്റപത്രം സമർപ്പിക്കാനാണ് SITക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നത്. അതായത് കുറ്റപത്രം സമർപ്പിച്ചാൽ മാത്രമേ ഇവിടെ എന്താണ് നടന്നത് എന്ന കാര്യത്തിൽ പുറം ലോകത്തിന് അറിയാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ കുറ്റപത്രം സമർപ്പിക്കുന്നതുവരെ സർക്കാരിന് പോലും ഈ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും അറിയാൻ കഴിയില്ല. കുറ്റപത്രം സമർപ്പിച്ചാൽ അന്വേഷണം കൃത്യമായി നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഒറ്റനോട്ടത്തിൽ പറയാൻ കഴിയും. അന്വേഷണം തൃപ്തികരമല്ലെങ്കിൽ മറ്റ് ചില അന്വേഷണങ്ങൾ കൂടി നടത്തുമെന്ന് ദേവസ്വം മന്ത്രി K. മുരളീധരൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് അതിവേഗം കുറ്റപത്രം സമർപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം നടപടികൾ സ്വീകരിക്കുന്നത്. ഇതിനിടയിലാണ് പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള പ്രധാന പ്രതികളെല്ലാം കുറ്റപത്രം വൈകിയത് കാരണം സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തുപോയിരുന്നു. മറ്റൊരു പ്രതിയായ മുരാരി ബാബു ചികിത്സയ്ക്കിടെ മരിച്ചു പോകുന്ന സാഹചര്യവുമുണ്ടായി. എന്നാൽ അതിവേഗം കുറ്റപത്രം സമർപ്പിക്കുക എന്നതിലല്ല, പഴുതടച്ച കുറ്റപത്രം സമർപ്പിക്കുക എന്നതിലാണ് തങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് നേരത്തെ SIT വ്യക്തമാക്കിയിരുന്നു. സങ്കീർണമായ ഒരു കേസാണിത്. ദിവസങ്ങളോളം ഇക്കാര്യത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഇപ്പോഴും പിടിക്കപ്പെട്ടില്ലെങ്കിൽ ശ്രീകോവിലിലെ മറ്റ് ഭാഗങ്ങളിൽ നിന്നടക്കം സ്വർണം മോഷ്ടിക്കപ്പെടുമായിരുന്നു. പ്രത്യേകിച്ചും ശ്രീകോവിലിൻ്റെ മേൽക്കൂരകളിലെല്ലാം വലിയ അളവിൽ സ്വർണ്ണ നിക്ഷേപമുണ്ട്, അല്ലെങ്കിൽ സ്വർണം പൊതിഞ്ഞിട്ടുണ്ട്. ഈ മേൽക്കൂരയടക്കം അറ്റകുറ്റപ്പണിക്കായി പുറത്തു കൊണ്ടുപോയിരുന്നെങ്കിൽ വലിയ അളവിൽ സ്വർണം നഷ്ടപ്പെട്ടിരുന്നേനെ. ഈ സാഹചര്യത്തിലാണ് സ്വർണ്ണക്കൊള്ള നടന്നു എന്ന വിവരം പുറത്തു വരുന്നത്. 2025 ആഗോള അയ്യപ്പ സംഗമത്തിന് തൊട്ട് മുന്നോടിയായിട്ടാണ് ഈ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ, സ്വർണ്ണപ്പാളികൾ ഇളക്കി മാറ്റി പുറത്തേക്ക് കൊണ്ടുപോയത്.
ഇത് ചട്ടവിരുദ്ധമാണ് എന്ന് കണ്ടെത്തുകയും സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തതോടുകൂടിയാണ് ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള പുറത്തു വന്നത്. ഇതിനു മുമ്പ് നടന്ന അറ്റകുറ്റപ്പണികളുടെ രേഖകൾ പരിശോധിച്ചപ്പോഴാണ് പുറത്തേക്ക് കൊണ്ടുപോയ സ്വർണ്ണപ്പാളിയുടെ ഭാരത്തിലും തിരിച്ചു കൊണ്ടുവന്ന സ്വർണ്ണപ്പാളിയുടെ ഭാരത്തിലും വലിയ വ്യത്യാസമുണ്ട് എന്ന് കണ്ടെത്തുന്നത്. അതിനെ തുടർന്ന് നടത്തിയ ആ അന്വേഷണത്തിലാണ് കിലോ കണക്കിന് സ്വർണം ക്ഷേത്രത്തിൽ നിന്നും നഷ്ടപ്പെട്ടു എന്ന വിവരം പുറത്തേക്ക് വരുന്നത്. അതിനെ തുടർന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘം ഈ കേസ് അന്വേഷിച്ചത്. പക്ഷേ ഇതുവരെ ഒരെത്തുംപിടിയും ആർക്കും ഈ കേസിനെ കുറിച്ച് അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഹൈക്കോടതി ഇത് രഹസ്യമായി സൂക്ഷിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും കുറ്റപത്രം സമർപ്പിക്കപ്പെടുമ്പോൾ എന്താണ് നടന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ പുറത്തേക്ക് വരും. അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങളും അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും സ്വർണം അടിച്ചു മാറ്റിയത് എന്നുള്ളതിനെക്കുറിച്ചുമെല്ലാമുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. കാരണം ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കാനായി അവരും കാത്തിരിക്കുകയാണ്. ഈ പറയുന്ന സ്വർണം അവിടെ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ സ്വർണം അടിച്ചു മാറ്റിയിട്ടുണ്ട് എങ്കിൽ അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല, അതിൻ്റെ തൊണ്ടി മുതൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ ഇഡിയുടെ രംഗപ്രവേശനത്തിന് സാധ്യതയുണ്ട്. ഈ കള്ളപ്പണം ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ സ്വർണം ഉപയോഗിച്ച് പ്രതികൾ എന്ത് ചെയ്തുവെന്നും എന്ത് ആസ്തിയാണ് ഉണ്ടാക്കിയതെന്നും ഇഡി പരിശോധിക്കും. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം അനുസരിച്ച് അങ്ങനെയാണ് എങ്കിൽ ഈ തുകയ്ക്ക് സമാനമായ സ്വത്തുവകകൾ കണ്ടുകെട്ടാൻ ഇഡിക്ക് അധികാരമുണ്ട്. ഇഡിയുടെ രംഗപ്രവേശനത്തിനായി കാത്തിരിക്കുകയാണ് എല്ലാവരും. എന്തായാലും ഇപ്പോൾ നിലവിൽ തിങ്കളാഴ്ച പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിക്കും. ആ റിപ്പോർട്ടിൽ എന്ത് ഞെട്ടിക്കുന്ന വിവരമാണ് ഉണ്ടായിരിക്കുന്നത് എന്നറിയില്ല. എന്തായാലും റിപ്പോർട്ട് പുറത്തു വരാനായി എല്ലാവരും കാത്തിരിക്കുകയാണ്, ദേവസ്വം മന്ത്രി അടക്കം. ആ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മാത്രമേ അന്വേഷണം കൃത്യമായി നടന്നിട്ടുണ്ട് എന്ന് പറയാൻ കഴിയൂ. അന്വേഷണം തൃപ്തികരമല്ല എങ്കിൽ തീർച്ചയായും പുനരന്വേഷണത്തിന് ഉത്തരവിടുമെന്ന് ദേവസ്വം മന്ത്രി നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ സാഹചര്യത്തിലാണ് കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുമ്പ് കേസിൽ പഴുതുകൾ അടയ്ക്കാനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും SIT സംഘം ചോദ്യം ചെയ്യുന്നത്. കേസിൽ പ്രതികളായ മറ്റുള്ളവരെയും ഉടൻ ചോദ്യം ചെയ്തേക്കുമെന്നും സൂചനയുണ്ട്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് സർക്കാരും പൊതുജനങ്ങളും.